വൺ മോർ നൈറ്റ് ഡ്യൂട്ടി. ഇത് കുറച്ച് കാണാൻ രസമുണ്ട്. ഇതിവിടെ ഒരു സ്കൂളാണ്. ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങാണിത്. അപ്സ്റ്റെയറിൽ ഇത് ഞങ്ങളുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഒരു സ്കൂളുള്ളത്. പിന്നെ ഇങ്ങനെ നല്ലൊരു ക്വയറ്റായിട്ടുള്ള ഏരിയ ആണ്. ഇങ്ങനെ ശല്യങ്ങളൊന്നുമില്ല. നല്ല ശാന്തസുന്ദരമാണ്. ഇതിലൂടെ ഇങ്ങനെ പകലിങ്ങനെ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരമൊക്കെ ഇറങ്ങി നടക്കാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ തോന്നുക. അയ്യോ അന്നേരം ഡ്യൂട്ടിക്ക് പോകണമെന്ന് ഓർക്കും. അല്ലാതെ ഓഫുള്ള സമയത്ത് ആക്ച്വലി ഒരു ഇറക്കം കേട്ടോ, ഇറങ്ങാൻ തോന്നത്തില്ല. മിക്ക ടയേർഡായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങിപ്പോകും, ലേറ്റായിട്ടായിരിക്കും ഉറങ്ങുന്നത്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, അങ്ങനെ അങ്ങ് പോകും. എനിക്ക് ആക്ച്വലി വീഡിയോ എടുക്കാനൊന്നും അറിയില്ല. ഞാനിങ്ങനെ ഒരു ആകാശം, രണ്ട് മതിൽ, അതിനിടയ്ക്ക് കൂടെ ഞാനിങ്ങനെ നടന്ന് പോകുന്നു. ഓക്കെ, ഇന്ന് ആക്ച്വലി ഓടേണ്ട കാര്യമല്ലേ, ഇച്ചിരി നേരത്തെ ഇറങ്ങിയത്. ഞാൻ ഇച്ചിരി താമസിച്ച് ഇറങ്ങാറ്. പക്ഷേ ഇച്ചിരി നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഓടേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ പറയുക, ഞാനിങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കുന്നു ലൈഫിൻ്റെ ഒരു സിറ്റുവേഷന്. ഇനിയിപ്പോൾ UK വന്നിട്ട് 1 ഇയർ കഴിഞ്ഞു. ഞാൻ വരുന്നതിനും ഞങ്ങളുടെ കുറച്ച് ബാച്ച് വരുന്നതിന് മുന്നേ വരെ ഡിപ്പെൻഡൻസ് ഉണ്ടായിരുന്നു. കഷ്ടകാലത്തിന്, അത് ചിലപ്പോൾ കഷ്ടകാലം എന്ന് പറയാൻ പറ്റില്ല, എന്തൊക്കെയോ ഒരു നന്മയായിരിക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ചെടികളുടെയും കാണും. ഇത് വിട്ട് സിമിട്രിയാണ്, ഞാൻ ഇറങ്ങി വരുന്നത് സിമിട്രിയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ആരും അടക്കുന്നൊന്നുമില്ല. അത് 2ാം ലോകമഹായുദ്ധം അങ്ങനെ അതുകൊണ്ട് ഒരു സംഭവിച്ച സമയത്ത് അടക്കിയ ആളുകളുടെ ഒരു ഓർമ്മയായിട്ട് ഇപ്പം ഇതിങ്ങനെ സംരക്ഷിച്ച് പോരുവാണിത്. ഓക്കെ, ഇതാണ് കോമൺവെൽത്ത് വാർ. അങ്ങനെ ഇത് ഇവിടുത്തെ പള്ളി. ഞാൻ എന്നേ പള്ളിയിൽ കൂടെയാണ് പോകുന്നത്. പള്ളിയുടെ മുറ്റത്തൂടെയാണ് പോകുന്നത്. കണ്ടോ, ഇന്ന് സെമിട്രി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞു വന്നേ? അപ്പോൾ അതാണ് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ ഒന്ന് കൊണ്ടുവരാനോ ഒന്നും പറ്റിയില്ല. പക്ഷെ അതൊരു നല്ല കാര്യമായിട്ട് തന്നെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്കിവിടെ ഒന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി, കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും, എങ്ങനെയൊക്കെ നമ്മുടെ ചിലവുകൾ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ കൊണ്ടുപോകണം. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് കേട്ടോ. അപ്പം എങ്ങനെ ലൈഫ് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കുറച്ച് ധൈര്യമുണ്ട് ഇപ്പം. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്നൊക്കെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്, അതൊക്കെ ചെയ്യാൻ പറ്റുന്നു. നമുക്ക് ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം നമ്മളിവിടെ ആരും ഇല്ലാതാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഒറ്റയ്ക്കാണ് വന്നത്. പക്ഷെ അത് എന്താ പറയുക, അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ കുറേ കാര്യങ്ങൾ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യേണ്ട. ഇവിടെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ നമുക്കാരും തരത്തില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ ദൈവം തരുമെന്ന് പറഞ്ഞതുപോലെ എനിക്ക് 1-2 പേരെയൊക്കെ പല കാര്യങ്ങൾ ചോദിക്കാനും അറിയാനൊക്കെ 1-2 പേരെയൊക്കെ എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ റോഡ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. സോ ഞാൻ ക്രോസ് ചെയ്തിട്ട് ഓക്കെ റൈറ്റ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെ കുറച്ച് ആൾക്കാർ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ സ്റ്റില്ല് ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്ക്രീനിൻ്റെ മുന്നിൽ കൂടെ എനിക്ക് കുറച്ചൊക്കെ ചിരിക്കാൻ പറ്റുന്നത്. ഏതായാലും ഇന്നത്തെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. നാളെ ഡ്യൂട്ടിക്ക് തന്നെ ഒരു ഓഫുണ്ട്. ഇന്ന് കഴിഞ്ഞൊരു 2 days പിന്നെ അത്ര ഒരു ഓഫുണ്ട്. അങ്ങനെ കുറച്ച് നമ്മുടെ എന്താ പറയുക, അങ്ങനെ പോകുന്നു. എനിക്ക് പക്ഷേ ഇവിടെ ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. കാരണം ഫൈറ്റായിട്ട് നാളെ നമ്മളെ ആരും അധികം മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എനിക്കിഷ്ടമാണ്. അങ്ങനെ പേഴ്സണലി കുറച്ച് ക്വയറ്റാണ് എനിക്കിഷ്ടം. ബഹളങ്ങൾ എനിക്കിഷ്ടമില്ല. സിറ്റി ലൈഫിനോടൊട്ടും താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ഭയങ്കര എക്സ്പെൻസാണ് കാര്യങ്ങൾ. കാര്യം പൗരാണികത തുളുമ്പുന്ന
കണ്ടോ മൊത്തം അവരാണെങ്കിൽ കുടുംബന്ന ഇതാണെങ്കിൽ പോലും എന്താ പറയുക ഭയങ്കര എക്സ്പെൻസാണ്. അതുകൊണ്ട് ആ വഴിയൊക്കെ ഒന്ന് ഭംഗിയാണ് നോക്കി. പിന്നെ ഇവിടുത്തെ നീറ്റാണ് ക്ലീൻ. അത് ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഇവിടുത്തെ ആളുകൾ ഈ ഏരിയ നോക്കുന്നത്. നമുക്കൊരു ബുദ്ധിമുട്ട് ആവശ്യമില്ല. ഇത് വേറൊരു വഴി അല്ല, ഇങ്ങനത്തെ വഴികളാണ്. ഇതെല്ലാം കല്ലെല്ലാം വിരിച്ച് പാതകളെല്ലാം വളരെ ഭംഗിയായിട്ട് കൊണ്ട് നടക്കുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ പൂക്കൾ കണ്ടോ. എനിക്ക് സൂം ചെയ്യാൻ പറ്റുന്നില്ല. നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ട്യൂസ്ഡേ ആണ്, പക്ഷേ വലിയ തിരക്കൊന്നുമില്ല. ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് പോയെന്ന് തോന്നുന്നു. 6 മണി 8 മണിയാകുമ്പോൾ ഇവിടെ 4 മണിയാകുമ്പോൾ കടയിലടയ്ക്കും. പിന്നെ ആളുകളെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നു. പിന്നെ എന്താ പറയുക, ഇന്നത്തെ ഡ്യൂട്ടിയുടെ കാര്യം, അതായത് ഇന്ന് ഞാൻ ഇറങ്ങി ഇങ്ങനെ പോകുന്ന ഡ്യൂട്ടിയുടെ കാര്യമാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് പിന്നെ കാണാം അടുത്തൊരു വീഡിയോ വരുന്നത് വരെ. ടോയ് ടോയ്.